വിശാഖ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ 2025 ജൂൺ മാസത്തിൽ നോക്കുമ്പോൾ ഈ മാസം പൊതുവെ നല്ല വെല്ലുവിളികൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികൾ വലിയ വളർച്ചയ്ക്കും വികാസത്തിനും ഒരു സന്തുലിതമായ മാനസികാവസ്ഥ രൂപപ്പെടുത്താനും ഇടയാക്കും. ഗ്രഹങ്ങളുടെ പിന്തുണ ഈ വർഷം ലഭിക്കുമെങ്കിലും ചില സമയങ്ങളിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായാൽ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി പ്രതികരിക്കുന്നത് കാര്യങ്ങളിൽ മികച്ച നിയന്ത്രണം നേടാൻ സഹായിക്കും. കരിയറിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടിത്തറ ശക്തിപ്പെടുന്നതനുസരിച്ച് വിജയസാധ്യത വർദ്ധിക്കും. ഓരോ ആഴ്ചകളിലെയും വിശകലനം നമുക്ക് നോക്കാം. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ, അതായത് ജൂൺ 1 മുതൽ 7 വരെ ചന്ദ്രനും ചൊവ്വയും ചേരുന്നത് നീചഭംഗ രാജയോഗം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വൈകാരിക തലത്തിലും പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തും. ഈ യോഗം ജീവിതത്തിലെ പ്രതികൂല അനുഭവങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ക്രിയാത്മകമായ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ജൂൺ 6 ബുധൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഇത് ആശയവിനിമയം, ബുദ്ധിശക്തി എന്നിവയെ സ്വാധീനിക്കും. ഈ സംക്രമണം ചിന്താശേഷി വർദ്ധിക്കുകയും ആശയവിനിമയത്തിൽ വ്യക്തത നൽകുകയും ചെയ്യും. പുതിയ ആശയങ്ങൾ, പഠനങ്ങൾ എന്നിവയ്ക്ക് ഇത് അനുകൂല സമയവുമാണ്. ജൂൺ 7 ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുകയും അവിടെ കേതുവുമായി ചേരുകയും തുടർന്ന് ഈ സംയോജനം തീവ്രമായ ഊർജ്ജവും അപ്രതീക്ഷിത സംഭവങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ വിശാഖ നക്ഷത്രക്കാർക്ക് തുലാൻ രാശിയുടെ 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയും വൃശ്ചികൻ രാശിയുടെ 0 ഡിഗ്രി മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയും പൊതുവായ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം.